ചെയിനുകൾ, ചെറുതും വലുതുമായ 1000 ഡയമണ്ട് ആഭരണങ്ങൾ, വലിയ സെലക്ഷൻ, ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. പുതുപ്പാടിയിൽ വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കി സ്വർണമാല കവർന്ന പ്രതി പോലീസ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ഹസ്മത്താണ് കോതമംഗലം പോലീസിന്റെ പിടിയിലായത്. പുതുപ്പാടിയിൽ വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കി സ്വർണമാല പൊട്ടിച്ച കേസിൽ പ്രതി കോതമംഗലം പോലീസിന്റെ പിടിയിൽ. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസ്മത്താണ് പോലീസിന്റെ പിടിയിലായത്. പുതുപ്പാടി സ്കൂളിന് സമീപം വാഴാട്ടിൽ ഏലിയാമ്മയുടെ 1.5 പവന്റെ സ്വർണമാലയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതി കവർന്നത്. വീടിന് സമീപം പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കിയാണ് പ്രതി സ്വർണമാല കവർന്നത്. വയോധികയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. കവർച്ചയ്ക്കിടെ നിലത്ത് വീണ ഏലിയാമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടുപ്പെല്ലിന് പരിക്കേറ്റ ഏലിയാമ്മയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്ന് മകൾ ചിന്നമ്മ ജോസ് പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന ഏകദേശം ഒരു 5:10 അപ്പോൾ സംഭവം നടക്കുമ്പോൾ ഞാൻ അകത്തുണ്ട്. പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഒളിച്ചു. അമ്മയ്ക്ക് നന്നായിട്ട് പറ്റി, നടു തല്ലിയ വീണത്. ഇപ്പൊ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട്. ഡോക്ടർ ഓപ്പറേഷനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോതമംഗലം ധർമ്മേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനും അമ്മയും ഉണ്ടാവും. ഞാൻ അകത്തായിരുന്നു, അമ്മ പുറത്ത് സിറ്റ് ഔട്ടിലായിരുന്നു. അപ്പോൾ 1.5 പവൻ തൂക്കമുള്ള മാലയാണ്. അറസ്റ്റിലായ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ സ്ഥലം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. കല്ലു ചെറിയാൻ നോക്കിയതേ ഓടാന്ന് പറഞ്ഞ ചെറുക്കൻ കല്ലു ചെറിയാൻ നോക്കിയായിരുന്നു. പുറത്ത് അവിടെ പാമ്പെന്നും പറഞ്ഞ ഏണ കൂടുവാണ് വരാൻ പറഞ്ഞു. ഒരു മിനിറ്റ് നോക്കണ. വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രാത്രി 9:30 മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചു. ഇൻസ്പെക്ടർ PT ബിജോയി, സബ് ഇൻസ്പെക്ടർ ആൽബിൻ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.